അപ്പോൾ എല്ലാവർക്കും ഓൺ ഫോൺസിൻ്റെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫോണാണ്. ഇൻഫൈനിക്സിൻ്റെ അടുത്ത നോട്ട് സീരീസിലെ ഫോണായ ഇൻഫൈനിക്സ് നോട്ട് 7ഉം നോട്ട് 7 ലൈറ്റും. നോട്ട് 7നെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഫോണിൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ ഒരു കാര്യം പറയാനുണ്ട്, എപ്പോഴും പറയുന്ന പോലെ നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ വരുമ്പോൾ ഇതേപോലെ കാണുന്നതായിരിക്കും. ഇന്ത്യയിൽ കുറച്ച് കാലമായിട്ട് പ്രസൻസ് ഉള്ളൊരു കമ്പനിയാണ് ഇൻഫൈനിക്സ് എന്ന് പറയുന്നത്. ട്രാൻസിയൻറ്റ് ഹോൾഡിങ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. നമ്മുടെ PBK ഇലക്ട്രോണിക്സ് പോലെയാണ് ഈ പറഞ്ഞ ട്രാൻസിയൻറ്റ് ഹോൾഡിങ്സ്. പക്ഷേ അത്രയും ഒരു വലിയൊരു ബ്രാൻഡ്, ഒരുപാട് ബ്രാൻഡൊന്നുമില്ല. ഒരു കുറച്ച് ചെറിയ 3-4 ബ്രാൻഡുകളുണ്ട് അവരുടെ ഇന്ത്യയിൽ തന്നെ, ട്രാൻസിയൻറ്റ് ഹോൾഡിങ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ അവരുടെ ഓൺലൈൻ ഓൺലി ബ്രാൻഡാണ് ഇൻഫൈനിക്സ്. വേറെ 2-3 ബ്രാൻഡ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഐറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചെറിയ ഐറ്റലിൻ്റെ ബ്രാൻഡിങ് ഒക്കെയുള്ള ചെറിയ ഫോണുകളും ചെറിയ ബഡ്ജറ്റ് ഫോണുകളൊക്കെ വിൽക്കുന്ന ഒരു ബ്രാൻഡായിരുന്നു ഐറ്റൽ. പിന്നെ അവരുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ടെക്നോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. ടെക്നോ എന്ന് പറഞ്ഞ ബ്രാൻഡും ഇതേപോലെ ഐറ്റൽ പോലെ കടകളിൽ മാത്രമുള്ളൊരു ബ്രാൻഡാണ്. നമ്മൾ കടകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു 5000 രൂപയ്ക്ക് അടിയിലുള്ള ഫോണുകളും ഒരു 10,000 രൂപയ്ക്ക് അടിയിലുള്ള ഫോണുകളാണ് അവരുടെ മെയിൻ. അപ്പോൾ അവരുടെ ഒരു ഓൺലൈൻ ഓൺലി സീരീസ് അല്ല, ഓൺലൈൻ ഓൺലി വേറൊരു ബ്രാൻഡാണ് ഈ പറഞ്ഞ ഇൻഫൈനിക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സർവീസും കാര്യങ്ങളൊക്കെ മികച്ച സർവീസാണ് ഇന്ത്യയിലുള്ളത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച എന്നല്ല, ഏറ്റവും കൂടുതൽ സർവീസുള്ള ഒരു ബ്രാൻഡാണ് ഇൻഫൈനിക്സും ടെക്നോയും ഐറ്റലും. ഇതിന് 3നും കൂടെ ഒരൊറ്റ സർവീസ് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ മൊത്തം ബ്രാഞ്ചുകളുണ്ട്. ഞങ്ങളുടെ സ്ഥലം പാലക്കാട്. ഇവിടെ തന്നെ എടുത്തു നോക്കിയാൽ 2 സർവീസ് സെൻറ്റർ ഇതിനുണ്ട്, പാലക്കാട് ഒറ്റപ്പാലം. ബാക്കിയുള്ള ബ്രാൻഡുകൾക്കൊന്നും അങ്ങനെ ഒരു 2 സർവീസുകളായിട്ട് കേട്ടിട്ടില്ല. ആ പാടെ ഷവോമിക്കൊക്കെ ഒരു സർവീസ് തന്നെയുള്ളൂ പാലക്കാട് ടൗണിലെന്ന് മാത്രം. അപ്പോൾ ഇതേപോലെ ഇൻഫൈനിക്സിന് സാധാരണ ബ്രാൻഡുകളെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ സർവീസ് ഉണ്ടെന്നാണ് ഞാൻ പണ്ടെന്ന് നോക്കിയപ്പോൾ. ഞാൻ ഇതിനു മുമ്പ് ഒരു ഇൻഫൈനിക്സ് നോട്ട് 4 എടുത്തിട്ടുണ്ടായിരുന്നു അനിയത്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെടുക്കാൻ വേണ്ടി ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് കണ്ടത് ഇത്രയും വലിയൊരു സർവീസ് നെറ്റ്വർക്കൊക്കെ ഇവർക്കുണ്ട് എന്ന്. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ കുറേ കാലമായിട്ട് ഉള്ള ഒരു ബ്രാൻഡാണെങ്കിലും നമ്മുടെ റിയൽമിനെ പോലെ ഒന്ന് ക്ലച്ച് പിടിക്കാൻ ഇൻഫൈനിക്സ് പറ്റിയിട്ടില്ല. എന്നിരുന്നാലും അവർ കുറച്ച് നല്ല മോഡലുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ വരാൻ പോകുന്നൊരു മോഡലാണ് ഇൻഫൈനിക്സ് നോട്ട് 7 എന്ന് പറഞ്ഞ മോഡൽ. നമ്മുടെ ഇൻഫൈനിക്സ് നോട്ട് 7 ലഭിക്കുന്നത് ഒരു 6.95 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ്. HD+ LCD ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൽ നമുക്കൊരു പഞ്ച് ഹോളാണ് ലഭിക്കുന്നത്. നോട്ട്സ് ഒന്നുമില്ല, ഒരു പഞ്ച് ഹോൾ. 10,000 രൂപയ്ക്ക് അടിയിൽ ആദ്യമായിട്ട് ഒരു പഞ്ച് ഹോൾ കൊണ്ടുവന്ന ബ്രാൻഡും ഇൻഫൈനിക്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതും ഒരു 10,000 രൂപയ്ക്ക് ആ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻഫൈനിക്സ് നോട്ട് 7 യൂസ് ചെയ്യുന്ന ഒരു MediaTekൻ്റെ ഹീലോ G70 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ്. നമ്മൾ ഇതിനു മുമ്പ് റിയൽമി C3 കണ്ടൊരു പ്രൊസസ്സറാണ്. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 660, 665 ഒക്കെ ആയിട്ട് കിടപിടിച്ച് നിൽക്കാവുന്ന ഒരു പ്രൊസസ്സർ തന്നെയാണ് ഈ പറഞ്ഞ G70 എന്ന് പറഞ്ഞ പ്രൊസസ്സർ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഇത്രയും കാലം നമ്മുടെ ഇൻഫൈനിക്സിൻ്റെ ഫോണുകളിൽ മെയിനായിട്ടൊരു പോരായ്മ ഉണ്ടായിരുന്നത് പ്രോസസ്സറിൻ്റെ കാര്യത്തിലാണ്. അവർ MediaTekൻ്റെ ഹീലോ P22 തന്നെയായിരുന്നു അവരുടെ എല്ലാ ഫോണിലും കൊടുത്തുകൊണ്ടിരുന്നത്. ഫോണിൻ്റെ ബാക്കി എല്ലാ സ്പെക്കുകളും ക്യാമറയും എല്ലാം കിടിലമായിരുന്നെങ്കിലും അവരുടെ ഒരു ചെറിയൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പ്രോസസ്സർ കുറച്ച് പവർഫുൾ അല്ലാതെ ഇരുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിലും കൂടെ ഒരു തീരുമാനമായിരിക്കുകയാണ്. കാരണം G70 എന്ന് പറഞ്ഞത് നമ്മുടെ ബാക്കിയുള്ള പ്രോസസ്സർ 10,000 രൂപയുടെ ഒരു റേഞ്ചിൽ നോക്കിയാൽ ബാക്കിയുള്ള ഏത് പ്രോസസ്സറുമായിട്ട് കിടപിടിച്ച് നിൽക്കാവുന്ന ഒരു പ്രോസസ്സറാണ്. പിന്നെ ഇതിൻ്റെ ഒരു 2 വേരിയൻസ് ആണുള്ളത്. ഒരു 4 GB റാം 64 GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻറ്റ്, ഒരു 6 GB റാം 128 GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻറ്റ്. ഇങ്ങനെ ഒരു 2 വേരിയൻറ്റ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നു. ഇനി ക്യാമറയിലോട്ട് എടുക്കാം. നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്ന ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഒരു 48 MP പ്രൈമറി ക്യാമറ, പിന്നെ ഒരു 2 MP മാക്രോ ക്യാമറ, പിന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു 2 MP പോർട്രേറ്റ് ക്യാമറ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ കൊണ്ടുണ്ട്. അതൊരു ലോ ലൈറ്റ് വീഡിയോ ക്യാമറ എന്നാണ് അവർ പറയുന്നത്. അത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു ക്യാമറയാണ്. അത് കുറച്ചുകൂടെ വീഡിയോയ്ക്ക് ഹെൽപ്പ് ചെയ്യും എന്നാണ് അവരുടെ പ്രൊഡക്റ്റ് പേജിലൊക്കെ കൊടുത്തിട്ടുള്ളത്. എന്താണ് നമുക്ക് കയ്യിൽ കിട്ടിയാൽ അല്ലെ ഇനി വരുന്ന റിവ്യൂ ഒക്കെ വന്നാലേ നമുക്കറിയും. ഇനി ഫ്രണ്ടിലോട്ട് വന്നാൽ ഒരു 16 MP സെൽഫി ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൽ ലഭിക്കുന്ന ഒരു 5000 mAh ബാറ്ററിയാണ്. കൂടെ ഒരു 18 വാട്ടിൻ്റെ ക്വിക്ക് ചാർജ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് 5000 mAh ബാറ്ററി ഉണ്ട്. ഒരു അടിപൊളി നമ്മുടെ Note 9 Proയിലൊക്കെ കിട്ടുന്ന അതേ ഒരു സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഈ ഫോണിൽ പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ ഫോണിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ലഭിക്കുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ വേറെ ഏതൊരു ഫോണിനും ലഭിക്കാൻ പറ്റാത്തല്ല, ഈ ഒരു ഫോണിൽ വേറെ ഏത് ഫോണിലും ഇല്ലാത്തൊരു ഫീച്ചറാണ് ഈ പറഞ്ഞ സ്റ്റീരിയോ സെറ്റപ്പ്. DTS സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ഒരു സ്റ്റീരിയോ ഉള്ളൊരു ഫോണൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ അതിൻ്റെ നല്ലൊരു വ്യത്യാസം മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്
അവരുടെ ഇൻഫൈനിക്സിൻ്റെ തന്നെ കസ്റ്റം UI ആയ XOS 6.0 എന്ന് പറഞ്ഞൊരു സ്കിന്നാണ്. തരക്കേടില്ലാത്ത സ്കിന്നാണ്, അഡ്ജസ്റ്റ് ചെയ്യാം. ഈ എന്താ പറയുക, നമ്മുടെ ColorOS 6ൻ്റെ അത്രയും വെറുപ്പിക്കലൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അത് ഇതിനു മുമ്പത്തെ XOS 4 ഒക്കെയായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തരക്കേടില്ലാത്തൊരു UI ആണ് ഇവരുടെ കയ്യിലുള്ളത്. ആഡ്സ് ഒന്നും ഇല്ലാത്തൊരു UI തന്നെയാണ്. പിന്നെ അതും ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ഒരു UI തന്നെയാണ് ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ വിലയിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 999 അങ്ങനെയാണ് ഒരു റൂമറും ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലഭിക്കാവുന്ന 10,000 രൂപയ്ക്കടിയിലുള്ള ഒരു മികച്ചൊരു ഫോൺ തന്നെയായിരിക്കും ഈ ഫോൺ. ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോ എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്, ബാറ്ററി ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പിന്നെ ക്യാമറയും തരക്കേടില്ലാത്ത ക്യാമറ ആയിരിക്കും. കോണായിട്ട് എടുക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ഒരു വലിയ ഡിസ്പ്ലേ ആണ്, പക്ഷേ ഒരു HD+ ഡിസ്പ്ലേ ആയത് കാരണം ഉള്ള ചില പ്രശ്നങ്ങളുണ്ടാകും. കാരണം നമുക്ക് ഒരു 6.5 ഇഞ്ചിൻ്റെ റിയൽമിയുടെ HD+ ഡിസ്പ്ലേ എടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പിക്സലേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിലോട്ടൊരു 7 ഇഞ്ചിൻ്റെ ഒരു ടാബിൻ്റെ സൈസായി. അപ്പോൾ തന്നെ നമുക്ക് പറയാമല്ലോ. എന്തായാലും ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് 10,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫോൺ തന്നെയായിരിക്കും ഇൻഫൈനിക്സിൻ്റെ Note 7 എന്ന് പറഞ്ഞ ഫോൺ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ പറഞ്ഞ GSTയുടെ ഒക്കെ ഒരു ഇൻക്രീസ് ആയതുകൊണ്ട് ഇപ്പോൾ ഉള്ള എല്ലാ ഫോണുകളുടെയും വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള 10,000 രൂപയ്ക്കടിയുള്ള ഫോണൊക്കെ 15,000 രൂപയ്ക്ക് ആയിട്ടുണ്ട്. റിയൽമി 5i 10,000 രൂപ ആയിട്ടുണ്ട്. 5S ഒക്കെ 10-12 ഒക്കെ ആയിട്ടുണ്ട്. റിയൽമി 5, Note 8, റെഡ്മിയുടെ Note 8 ഇപ്പോൾ 14,000 ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു 10,000 രൂപയ്ക്ക് ഇപ്പോൾ നല്ലൊരു ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു 1,000 രൂപ എക്സ്ട്രാ മുടക്കി വേറെ ഫോൺ എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഫോൺ ഒരു 10,000 രൂപയ്ക്കാണ് വരുന്നതെങ്കിൽ നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും. ഇനി ഇൻഫൈനിക്സിൻ്റെ ഈ ഫോണിൻ്റെ കൂടെ ഇൻഫൈനിക്സ് Note 7 ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ ഇറക്കുന്നുണ്ട്. ബാക്കിലോട്ട് നോക്കിയാൽ സെയിം ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. പിന്നെ മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഒരു 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ്. പിന്നെ പ്രൊസസ്സർ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ MediaTekൻ്റെ Helio P22 തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ഇഷ്ടം പോലെ P22 ഉണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം ഇവരുടെ ഒട്ടുമിക്ക ഫോണുകളിലും യൂസ് ചെയ്യുന്നത് Helio P22 ആണ്. എന്തായാലും Note 7 ലൈറ്റ് അത്ര പോരാ. Note 7 നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും. കാരണം അതിൻ്റെ ഡിസൈനും അടിപൊളിയായിട്ടുണ്ട്. അവർ എന്താ പറയുക, നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു ഡിസൈനും ഇതിനു മുമ്പ് OnePlus 70യുടെ ഡിസൈനും മോട്ടോയുടെ എല്ലാം കൂടെ എവിടെ നിന്നൊക്കെയോ കോപ്പി അടിച്ചെടുത്ത് വെച്ചാണെങ്കിൽ കാണാൻ വലിയ തരക്കേടില്ലാത്തൊരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. എന്തായാലും നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും Note 7 ഈ ഒരു 10,000 രൂപയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ. അതിന് താഴെ എന്തായാലും ഇറക്കാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു. കാരണം GSTയും കൂടെ അങ്ങോട്ട് ഇപ്പോൾ കൂടിയിട്ടുണ്ടല്ലോ. എന്തായാലും നമ്മുടെ ഈ വീഡിയോ അത്രേ ഉള്ളൂ. ഇൻഫൈനിക്സിൻ്റെ Note 7 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എങ്ങനെയുണ്ട് എന്നൊക്കെ ഇവിടെ ഒരു പോൾ വരുന്നതായിരിക്കും. ഇവിടെയാണോ ഏതെങ്കിലും ഒരു സൈഡിലൊരു പോൾ വരുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും പറയാറുണ്ട്, എന്നാലും ഒന്നുകൂടെ പറഞ്ഞുള്ളൂ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.